വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ സ്നേഹമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. സത്യമായും അവനെ പോലെ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സ്നേഹവും കരുണയും നിറഞ്ഞ മറ്റാരുമില്ല. നാം അവനെ സ്നേഹിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ഇതെത്ര അത്ഭുതകരവും അതിശയകരവുമാണ്. അവൻ സ്നേഹിക്കുന്നു എന്നും അവൻ സ്നേഹമാണെന്നും പറയുന്നതിനിടയിൽ വ്യത്യാസമുണ്ട്. അവൻ സ്നേഹമാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് തുടർച്ചയായ മാറ്റമില്ലാത്ത നിത്യമായ ഒരവസ്ഥയെ വെളിപ്പെടുത്തുന്നു. കർത്താവ് വഴിയും വെളിച്ചവും ആത്മാവുമാണെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഈ സ്ഥലത്ത് മാത്രമാണ് അവൻ സ്നേഹമാണെന്ന് അത് പ്രഖ്യാപിക്കുന്നത്. അവന്റെ സ്നേഹം ശുദ്ധമാണ്, യാതൊരു മായം ചേർക്കലും ഇല്ലാതെ പൂർണ്ണവും യഥാർത്ഥവും വിശുദ്ധവുമാണ്. ഒരിക്കൽ ഒരു മനുഷ്യനെ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്ത് ഒരു പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ വളർത്തുനായ വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ ഓടിക്കൊണ്ടിരുന്നു. ആ മനുഷ്യനെ കസ്റ്റഡിയിലെടുത്ത് 2 ദിവസത്തേക്ക് നായ സ്റ്റേഷന് പുറത്ത് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും കിടന്നു. ഉദ്യോഗസ്ഥർ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് പോകാൻ വിസമ്മതിച്ചു. 3-ാം ദിവസം ആ മനുഷ്യനെ ജാമ്യത്തിൽ വിട്ടപ്പോൾ ഇപ്പോൾ ദുർബലനും മെലിഞ്ഞതുമായ നായ അവന്റെ അടുക്കലേക്ക് ഓടി വന്നു, വാലാട്ടി, സ്നേഹത്തോടെ നക്കി. ആ മനുഷ്യന്റെ ഹൃദയം തകർന്നു. ഞാൻ കസ്റ്റഡിയിലായിരുന്നപ്പോൾ എന്റെ ബന്ധുക്കൾ ആരും എന്നെ കാണാൻ വന്നില്ല, എന്നോട് സ്നേഹം കാണിച്ചില്ല. പക്ഷേ ഈ മൃഗം ഇത്രയും വിശ്വസ്തതയും വാത്സല്യവും പ്രകടിപ്പിച്ചു. അദ്ദേഹം നായയെ ഉയർത്തി കണ്ണുനീരോടെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത്രയും ലളിതമായ സൃഷ്ടിയിൽ പോലും കർത്താവ് കാണിച്ചിരിക്കുന്ന സ്നേഹം ശ്രദ്ധിക്കുമ്പോൾ അതിശയകരമാണ്. മനുഷ്യ സ്നേഹം മാറിയേക്കാം, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹം മങ്ങിയേക്കാം. എന്നാൽ ദൈവം സ്നേഹമാണ്, മാറ്റമില്ലാത്തവനും ശാശ്വതനുമാണ്. ആ സ്നേഹനിമിത്തം അവൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് യോശുവ 1:5 കാണപ്പെടുന്നു. അതേ സ്നേഹത്തോടെ അവൻ തന്റെ കൈ നിങ്ങളുടെ നേരെ നീട്ടി പറയുന്നു, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ നിന്റെ വലം കൈ പിടിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇത് യെശയ്യാവ് 41:13 കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സ്നേഹനിധിയായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടി സ്നേഹിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുക. അവൻ എപ്പോഴും എന്നേക്കും സ്നേഹമാണ്. ഇന്നും അവന്റെ ഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് 20:6 എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 26-27 വൈകുന്നേരം മർക്കോസ് 14 27 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.